ഹലോ എവ്രി വൺ. ഇന്ന് നമ്മളുടെ കൂടെയുള്ള ഡോക്ടർ അശ്വതിയാണ്, അസോസിയേറ്റ് കൺസൾട്ടൻറ്റ്, അപ്പോളോ അറ്റ്ലാസ് ഹോസ്പിറ്റൽ, കാറൂട്ടി, അങ്കമാലി. ബേസിക് ആയിട്ട് കാര്യം ചോദിക്കാം ഡോക്ടർ, എങ്ങനെയാണ് നമ്മുടെ സ്കിൻ ടൈപ്പ് തിരിച്ചറിയാൻ പറ്റുക? ഇപ്പൊ നമ്മുടെ ബേസിക് ആയിട്ട് ആൾക്കാർക്ക് അറിയില്ല നമ്മളുടെ ഏത് സ്കിൻ ടൈപ്പ് ആണ്, അതറിയാതെ ഒരുപാട് പേര് പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും നമ്മളുടെ ഒരു സ്കിൻ ടൈപ്പ് തിരിച്ചറിയാൻ പറ്റുക? ഇപ്പോൾ സ്കിൻ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പ് ഉണ്ട്. നോർമൽ, ഓയിലി, ഡ്രൈ സ്കിൻ, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഉണ്ടാവും. പിന്നെ ചിലപ്പോൾ നമുക്ക് പറയാം സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അതിനനുസരിച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാവുന്ന വെച്ചാൽ, കാലത്ത് എണീറ്റ് ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യാതെ എന്നിട്ട് ഒരു 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് നോക്കുക എങ്ങനെയാണ് സ്കിൻ അപ്പിയർ ചെയ്യണതെന്ന്. ഇപ്പോൾ നല്ല ഓയിലി ആയിട്ട് കുറച്ച് ഗ്ലോ പോലെ തോന്നുകയാണെങ്കിൽ അത് ഓയിലി സ്കിൻ, കാരണം അത് നമ്മുടെ സ്കിൻ കുറേ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യണോണ്ടാണ്. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്, കുറച്ച് വെള്ളപ്പൊടി പോലെ, ഫ്ലേക്കിനെസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഡ്രൈ സ്കിൻ. കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലയിടത്ത് ഒരു ഡ്രൈനെസ്, ചിലയിടത്ത് ഒരു ഓയിലി ആയിട്ടുള്ളത് കിട്ടാം. അപ്പോൾ ഈ T സോൺ എന്ന് പറയും, അതായത് നമ്മുടെ ഫോർഹെഡ്, നോസ്, ചിൻ ഏരിയ, അവിടെ ഓയിലിനെസ് ഉണ്ടാവും, ബാക്കിയുള്ളത് ഡ്രൈനെസ് ഉണ്ടാവും. പിന്നെ നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഡ്രൈ അല്ല ഓയിലി അല്ല, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു നോർമൽ സ്കിൻ എന്ന് പറയും. പിന്നെ സെൻസിറ്റീവ് സ്കിൻ, അങ്ങനെ സ്കിൻ ടൈപ്പായിട്ട് പറയാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും അത് നല്ല എല്ലാ പ്രൊഡക്ട്സും യൂസ് ചെയ്യുമ്പോൾ റെഡ്നെസ്, അങ്ങനെ ഇറിറ്റേറ്റഡ് സ്കിൻ ആണ് സെൻസിറ്റീവ് സ്കിൻ ടൈപ്പ്.